അച്ഛൻ്റെ പ്രിയപ്പെട്ടവർക്ക്. അച്ഛൻ പഠിച്ച ഈ സ്കൂളിൽ ഇതുപോലെ അനുസ്മരണത്തിന് പങ്കെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എനിക്ക് ഈ വേദിയിൽ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അച്ഛന് ബ്രേക്ക് കൊടുക്കാൻ വേണ്ടി അച്ഛൻ്റെ മാജിക്കില് ഒരു 3 ഐറ്റം കാണിച്ച ആ ചെറിയ ഒരു ബാല്യത്തെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അച്ഛൻ ഞങ്ങളെ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഞങ്ങളെ കൊണ്ട് നടന്ന് അച്ഛന്റെ അനുഭവങ്ങളെല്ലാം കാണിച്ചു തരുമായിരുന്നു. ഈ എഴുപുന എന്നുള്ള സ്ഥലത്ത് ഞങ്ങളൊരു 10-14 വയസ്സ് വരെ 2 മാസം വെക്കേഷൻ അച്ഛന്റെ വീട്ടില് ഞങ്ങളെ താമസിപ്പിക്കുമായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ വിളക്കുകളും വിശ്വാസത്തിന്റെ യാതൊരു വിധത്തിലുള്ള ഒന്നുമില്ലാത്ത ഞങ്ങളെ രാമായണം, അതേപോലെ തന്നെ വിളക്ക് കത്തിക്കുന്ന അച്ഛന്റെ തറവാട്ടില് ഞങ്ങൾ 2 മാസം ഇതെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടി അച്ഛൻ താമസിപ്പിക്കുമായിരുന്നു. അതേപോലെ തന്നെ പറയാനുള്ളത്, എല്ലാവരും പറഞ്ഞു കുടുംബത്തെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛന്റെ മൃതശരീരം വരെ കൊടുക്കാനുള്ള രീതിയിലേക്ക് അച്ഛൻ ഞങ്ങളെ പ്രാപ്തമാക്കി എന്ന് പറഞ്ഞു. അച്ഛൻ ഒരിക്കൽ പോലും അച്ഛൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അമ്മയോട് അവസാന കാലം വരെ അച്ഛൻ പറയുമായിരുന്നു, എന്താണ്, കണ്ണുകൾ ദാനം ചെയ്യണം, കിഡ്നിയൊക്കെ പോയി, ഇനി എന്തെല്ലാം കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുമെന്നറിയില്ല, എങ്കിൽ പോലും ഉള്ളത് കൊണ്ട് കുട്ടികൾ പഠിക്കട്ടെ എന്ന്. ഈ അടുത്ത കാലത്ത് അച്ഛൻ 10-15 ദിവസം ചാലാക്ക മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോ അവിടുത്തെ നേഴ്സുമാരോടും ഡോക്ടർമാരോടും പറയുമായിരുന്നു, ഞാൻ അസുഖം ഭേദമായി ഇവിടുന്ന് പോകും, വീണ്ടും ഞാൻ വരും നിങ്ങൾക്ക് പഠിക്കാൻ പാഠപുസ്തകമായെന്ന്. ചിരിച്ചുകൊണ്ടാണ് അച്ഛൻ അത് പറയുന്നത്. അത് പറയുമ്പോഴൊക്കെ നമ്മളെ അതിന് പ്രാപ്തമാക്കുമായിരുന്നു അച്ഛൻ. അതേപോലെ തന്നെ നേഴ്സുമാര് വന്നിട്ട്, അച്ഛനും ഒരു മജീഷ്യനാണല്ലേ, മാജിക് കാണിച്ചു തരാമോ എന്ന് പറയുമ്പോൾ കൈകളിൽ ട്രിപ്പ് ഇട്ടിരിക്കുന്ന അച്ഛൻ ആ സമയത്ത് കാണിക്കുന്നൊരു ആവേശമുണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛൻ മാജിക് സാധനങ്ങൾ ഞങ്ങളെ കൊണ്ട് അച്ഛൻ്റെ അലമാരിൽ നിന്ന് എടുത്ത് അത് കാണിക്കാനുള്ള ആ ഒരു ആവേശഭരിതമായി ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു, ഇനിയും അച്ഛന് കുറച്ച് നാളുകൾ കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അവസാന കാലത്ത് അച്ഛൻ്റെ ബ്ലഡ് ഇല്ലാത്തൊരു അവസ്ഥ വന്നു. ഡിവൈഎഫ്ഐക്കാരോട് പറഞ്ഞു ബ്ലഡ് കിട്ടിയില്ല. 2 തവണ അച്ഛൻ ഡയാലിസിസിന് പോയി, ബ്ലഡ് ഇല്ലാത്തൊരവസ്ഥ വന്നു. ഒരിക്കൽ പോലും ഞാനും അച്ഛനും O പോസിറ്റീവ് ആയിരുന്നു ബ്ലഡ് ഗ്രൂപ്പ്. അച്ഛൻ്റെ എന്തും ഒരേപോലെയായിരുന്നു. എനിക്ക് ഹീമോഗ്ലോബിൻ കുറവായതുകൊണ്ട് ഒരിക്കൽ പോലും അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതിനുശേഷം അച്ഛൻ മരിച്ച ശേഷം വീട്ടിൽ വന്നപ്പോൾ അമ്മ പറയുമായിരുന്നു, മാനസിന്റെ ബ്ലഡ് അച്ഛൻ്റെ പൗത്രന്റെ, എൻ്റെ മകന്റെ ബ്ലഡ് എടുത്ത് പകരം കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അത്ര പോലും അച്ഛൻ ഞങ്ങളോട് പറയാറില്ല. ഒരു കാര്യം ഇങ്ങനെ ചെയ്യണം എന്ന് പറയാറില്ല. പിന്നെ പറയാനുള്ളത്, അച്ഛൻ എന്താണ് ഡയാലിസിസ് പേഷ്യന്റ് ആയത് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ എങ്ങനെയാണ് ഒരു കേരള യുക്തിവാദ സംഘത്തിന്റെ പ്രവർത്തകനും പുരോഗമന പ്രസ്ഥാനത്തിന്റെ ചിന്തകനും പുരോഗമന ചിന്താഗതിക്കാരനും ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ സജീവ പ്രവർത്തകനും ലൈബ്രറി കൗൺസിൽ എല്ലാത്തിലും സജീവമായിരിക്കുന്ന അച്ഛൻ എന്തുകൊണ്ടാണ് അച്ഛൻ കിഡ്നി ഫെയിലർ അറിയാതിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും അച്ഛനോട് സംസാരിക്കുന്ന വേദികളിലെല്ലാം ഞാൻ അത് ചോദിക്കുമായിരുന്നു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇങ്ങനെ ഒന്നും വിചാരിക്കരുത് നിങ്ങൾ, യുക്തിചിന്താപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഒരുപാട് കാലം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിവിടെ നിലനിൽക്കുമ്പോൾ കൂടെ അവരെല്ലാവരും പ്രൊട്ടക്ട് ചെയ്യും എന്നൊരു എൻ്റെ സ്വാർത്ഥതയായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അച്ഛന് പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം ആരംഭിച്ചു. അങ്ങനെ അച്ഛൻ അതിന് മതിയായ ചികിത്സ എടുക്കാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ ആയിരിക്കാം അച്ഛൻ ഒരു ഡയാലിസിസ് പേഷ്യന്റ് ആയത് എന്ന് അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ രോഗത്തിലേക്ക് എത്തുന്നത്. അച്ഛൻ ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അച്ഛൻ പുകവലിയില്ലാത്ത അച്ഛൻ ഒരു 10 ദിവസമെങ്കിലും അത് മാറ്റി വെച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അവസാനം 2023 ഏപ്രില് അച്ഛൻ പുകവലി നിർത്തിയിട്ട് 1 വർഷം അച്ഛൻ ജീവിച്ചിരുന്നു. ഏറ്റവും അത്ഭുതകരമായി ഒന്ന് പറയട്ടെ, അച്ഛൻ 2024 ഡയറിയില് അച്ഛൻ എഴുതി വെച്ചായിരുന്നു, ഈ 2024 അച്ഛൻ പൂർത്തിയാക്കില്ല എന്ന്. എന്തൊക്കെ ചെയ്യണം? കിഴക്കോട്ട് തല വെച്ച് കിടത്തണം, വെള്ള ഷർട്ടുമുണ്ടും പുതിയത് വേണ്ട, അതേപോലെ തന്നെ വെള്ള തുണിയിൽ പൊതിയരുത്, ഇതെല്ലാം അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
എന്തൊക്കെ ചെയ്യണം, അമ്മയ്ക്ക് പെൻഷൻ കിട്ടാവുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യണം, ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം, എല്ലാം അച്ഛൻ ജനുവരി 1 ഡയറിയിൽ എല്ലാം ഭദ്രമായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമെന്ന് പറയട്ടെ, അസ്വാഭാവികമെന്ന് പറയട്ടെ, ഞങ്ങളെല്ലാം അച്ഛന്റെ മരണശേഷമാണ് അച്ഛന്റെ ഡയറി എടുത്ത് വായിക്കുന്നത്. അച്ഛന് ഇഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളത് അച്ഛന്റെ ഡയറി വായിക്കാതിരുന്നത്. പക്ഷെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തു. എല്ലാം അച്ഛൻ ആഗ്രഹപ്രകാരം തന്നെ ചെയ്തു. പിന്നെ എല്ലാവരും ഞങ്ങളിപ്പോ അച്ഛൻ മരിച്ചിട്ട് 23 ദിവസമായി. ഈ ദിവസം ഓരോ ശ്വാസത്തിലും അച്ഛനുണ്ട്. ഞാൻ ഒരു ദിവസം പോലും അച്ഛനെ വിളിക്കാതിരുന്നിട്ടില്ല. 21ാമത്തെ വയസ്സിലാണ് എന്റെ വിവാഹം കഴിച്ച് തിരുവനന്തപുരത്തേക്ക് അയക്കുന്നത്. അവസാന കാലത്ത് അച്ഛന്റെ നാടിന്റെ അടുത്ത്, അച്ഛന്റെ വീടിന്റെ അടുത്ത് ഞാൻ താമസിക്കണം എന്നൊരു ആഗ്രഹപ്രകാരം ഞാൻ അവിടെ സ്ഥലം വാങ്ങിച്ചു. ഏകദേശം ഒരു 2 വർഷത്തിനുള്ളിൽ ഞാൻ അവിടെ വീടും പണിയും. അച്ഛന്റെ ആഗ്രഹം പോലെ ആ അമ്മയുടെ അടുത്തേക്ക് ഞാൻ വരും എന്നാണ് അച്ഛൻ ആഗ്രഹിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് അച്ഛൻ ആഗ്രഹമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, ഇന്ന് ഈ എഴുപുന എന്ന നാടകത്തോട് അച്ഛന് ഭയങ്കര ഒരു ആവേശമായിരുന്നു. അച്ഛൻ കളമശ്ശേരിക്കാരനായപ്പോഴും പിന്നെ പറവൂർ പറിച്ചു നട്ടപ്പോഴും അച്ഛൻ എഴുപുന്ന എന്നറിയപ്പെടുന്നതിലും എഴുപുന്ന ഗോപിനാഥ് എന്നറിയപ്പെടുന്നതിലും ഒരുപാട് അഭിമാനം കൊണ്ട് നടന്നൊരു വ്യക്തിയായിരുന്നു. ആ ഒരു എഴുപുന്ന എന്നൊരു സ്ഥലത്ത് വെച്ച് ഇതുപോലൊരു അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്.